അലൈഹി വസല്ലം വന്നിട്ടുണ്ട് പോലും, കഞ്ഞി കുടിച്ചിട്ടുണ്ട് പോലും. ഇത് മാത്രമല്ല, CM മടവൂരിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത്? ഖിദ്ർ നബിയുടെ കൂടെ അടുക്കളയിൽ വെച്ച് കഞ്ഞി കുടിച്ചു പോലും. ആർക്കൊക്കെ എന്തൊക്കെയാണ് എഴുതിക്കൂടാത്തത്? ചിലർ പറയുന്നു ഖിദ്ർ നബിയുടെ കൂടെ ഞാൻ കഞ്ഞി കുടിച്ചു. പലർക്കും പറഞ്ഞൂടെ ഞാൻ നൂഹ് നബിയുടെ കൂടെ കോട്ടി കളിച്ചിട്ടുണ്ട്, ഞാൻ ആദം നബിയുടെ കൂടെ വണ്ടിച്ചക്രമുർത്തി നടന്നിട്ടുണ്ട്. ഇതൊക്കെ ആർക്കാ പറഞ്ഞുകൂടാത്തത്? അതേ അവസരത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ചിന്തിക്കേണ്ടതല്ലേ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തമാശ പറയാനുള്ളതാണോ? ഇങ്ങനെ തമാശക്കളിക്കുള്ളതാണോ? ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരുന്ന ദീന്, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുമ്പോ മാ സന്നഹു റസൂലുള്ളാഹ്, റസൂൽ പഠിപ്പിച്ചതും അതുപോലെ തന്നെ സഹാബത്തിന്റെ ആ ഇജ്മാഅ്, അവരൈക്യകണ്ഠേന ഈ ലോകത്തോട് പറഞ്ഞിട്ടുള്ള ആ ആശയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ഭൂമുഖത്തേക്ക് നമുക്കിടയിലേക്ക് ഇറങ്ങി വരും എന്ന വിശ്വാസമുണ്ടോ? സഹാബിമാര് ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവിതകാലത്തെങ്കിലും അങ്ങനെ അവര് പ്രവാചകനിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാത്തൊരു ദൂരത്തിരുന്നവർ നബിയെ ജീവിതകാലത്ത് പോലും വിളിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നിന്ന് ഏതെങ്കിലും ഭാഗത്തേക്ക് യാത്ര പോയാൽ കാണാമറയത്തവർ യാത്രയിലാണെങ്കിൽ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാലാണ് വിശേഷങ്ങൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി പങ്കുവെക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കാനുള്ളതും പറയാനുള്ളതും വന്ന് കണ്ടുമുട്ടിയ ശേഷമാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, അതാ ഒരു അപകടത്തിൽ പെടുകയാണ് ഒരു സഹാബി. ആ സഹാബിയെ ശത്രുക്കൾ കൂട്ടിക്കൊണ്ടുപോയതാണ്, കൊല്ലാനൊരുങ്ങുകയാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നേരത്ത് ആ സഹാബിയുടെ ഒരു മോഹമുണ്ട്, എനിക്ക് ഈ അപകടം പറ്റിയത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ അപകടം പറ്റിയത് ഞങ്ങളെ നേതാവ് അറിഞ്ഞിട്ടില്ലല്ലോ, അതൊന്ന് അറിയിക്കാൻ എന്താ മാർഗം? ഉടനെ അവർക്ക് വിളിച്ചുകൂടായിരുന്നോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അപകടത്തിലാണെന്ന വിവരം അങ്ങ് അറിഞ്ഞിട്ടില്ലേ? ഒരു സഹാബിയും ആ കൂട്ടത്തിൽ വിളിച്ചില്ല. നിങ്ങൾ നോക്കൂ, മറിച്ചവരെന്താ പറയുന്നത്? എല്ലാം അറിയുന്ന അള്ളയുണ്ടല്ലോ, ആ അള്ളാനെ വിളിച്ചുകൊണ്ട് പറയാണ്, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക. അല്ലാഹുവേ, ഞങ്ങളെ പറ്റി നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണേ. ഞങ്ങളെ ഈ പ്രതിസന്ധിയെ സംബന്ധിച്ച് നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണേ അല്ലാ. സഹാബത്ത് അങ്ങനെയാണ് ദുആ ചെയ്തതെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചരിത്രങ്ങളിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെട്ടു കിടക്കുന്നു. എന്നിട്ടോ നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹാബത്ത് അങ്ങനെ ദൂരെ നിന്ന് വിളിക്കുകയോ അവര് പ്രാർത്ഥിക്കുകയോ അവരെ സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. അതേ അവസരത്തിൽ ഇന്ന് ചില ആളുകൾ എന്ത് ചെയ്യുന്നു? വഫാത്തായി കിടക്കുന്ന ആളുകളോട് ദൂരദേശത്ത് നിന്നും അവരുടെ ഖബറിന്റെ സമീപത്ത് ചെന്നിട്ടുമൊക്കെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾ എന്തിനാ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്? ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഒമാനൂർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് എന്താ പറയാറുള്ളത്? അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിലിനാ അഗീസുനാ ഇദശ്തദ്ദത് അലൈനാ കറൈബു ലൈസ ഫിഹാ മൻ യഖീനാ. ഒന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ, ഒമാനൂർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് ചില ആളുകൾ ഒമാനൂർ ശുഹദാക്കളെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന കക്ഷികൾ എന്താ ബഹുമാനമായി കണ്ടത്? ശുഹദാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക തന്നെ. എന്താ അവര് പറയുന്നത്? ഓ ശുഹദാക്കളെ, ഞങ്ങൾ നിങ്ങളെ ലക്ഷ്യം വെച്ച് വന്നിട്ടുള്ളത്, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് സഹായം തേടിയാണ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു, ആപത്ത് ബാധിച്ചിരിക്കുന്നു. അതിൽ ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങൾക്ക് കാവൽ നൽകാൻ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല. ഇത് അള്ളാഹുവോട് പറയേണ്ടതല്ലേ? ഈ മഹാന്മാരായ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ഞങ്ങൾ വന്നിരിക്കുന്നത്, ഖബറിന്റെ അടുക്കൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങളോട് സഹായം ചോദിക്കലാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖബറാളികൾക്ക് സമീപത്ത് ചെന്നുകൊണ്ട് ഇസ്ലാമിൽ ചര്യയാക്കിയ ഒരു സിയാറത്തുണ്ട്. ആ സിയാറത്തല്ല ഇന്ന് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖബർ സിയാറത്തിന് നിഷേധിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. എങ്കിലല്ലേ ആളുകൾ ഇത് കേൾക്കാൻ വരാതിരിക്കൂ.
കാരണം ആളുകളോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. നിങ്ങളുടെ മക്കളെ അവരുടേതായ ഒന്നും കേൾക്കാൻ വിട്ടുപോകരുത്. കാരണം നിങ്ങളങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ എന്ത് ചെയ്യുന്നു? മണ്ണിൽ കൊണ്ടുപോയിട്ട് അങ്ങ് കുഴിച്ചു മൂടിയിട്ട് 2 കൈമൽ പറ്റിയ മണ്ണും തട്ടിക്കുടഞ്ഞിട്ട് മക്കളങ്ങ് മടങ്ങിപ്പോരും. അവര് നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മീ, അല്ലാഹുമ്മ ഗ്ഫിർലി അബീ, അല്ലാ എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന മക്കൾ വേണോ? നിങ്ങൾ വഹാബികളുടെ പ്രസംഗം കേൾക്കാൻ പോകരുത്, അവരുടെ സ്ഥാപനത്തിലേക്ക് പോകരുത്, അവരുടേത് വായിക്കരുത് എന്ന് പച്ചക്കള്ളം ജനങ്ങളോട് പറയുന്ന ആളുകളുണ്ട്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സിയാറത്തുണ്ട്, ഇസ്ലാം വിരോധിച്ചിട്ടുള്ള സിയാറത്തുമുണ്ട്. രണ്ടും പഠിച്ചു വെക്കണം. തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകളെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഖബർ എന്ന് പറയുന്നത് ഇസ്ലാമിൽ അതിന് ചില ചിട്ടകളുണ്ട്, ചില മര്യാദകളുണ്ട്. ഒരു മുസ്ലിമിന്റെ ഖബറാണെന്ന് തിരിച്ചറിയപ്പെടണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചിരുന്നത് എത്രയാണ്? ഒരു മുസൽമാന്റെ ഖബർ, ആ ഖബർ വെട്ടിക്കഴിഞ്ഞാൽ ആ ഖബറിൽ ആ മൃതശരീരം അടക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞ് അതിൽ മണ്ണിടുമ്പോ ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. എന്താണ്? ഖബർ വെട്ടുമ്പോൾ പുറത്തെടുത്ത മണ്ണിലധികം ഖബറിലേക്ക് ഇട്ടുപോകരുത്. ഖബർ കുഴിക്കുമ്പോൾ പുറത്തെടുത്ത മണ്ണല്ലാതെ പുറത്തിരുന്ന് മണ്ണ് കൊണ്ടുവന്നിടരുത്. എന്താ കാരണം? പുറത്തുള്ള മണ്ണ് കുഴപ്പമാണ്, അകത്തുള്ള മണ്ണ് നല്ലതാണെന്ന് കരുതിയിട്ടല്ല. മറിച്ച് എന്താണ്? പുറത്തിരുന്ന് വേറെ മണ്ണ് കൊണ്ടുവന്നിട്ടാൽ ഖബറിന്റെ ഉയരം കൂടും. അതുകൊണ്ട് ഖബർ, മുസ്ലിമിന്റെ ഖബർ നിലദാനത്ത് നിന്ന്, സമതലത്ത് നിന്ന് 1 ചാണിലപ്പുറം ഉയരാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമം തന്നെ. ഓ മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനിൽ ഇതാണ് നിയമം. സുന്നത്ത് ജമാഅത്ത് എന്ന് വെറുതെ പറയുന്നു, സുന്നത്തും ജമാഅത്തും ജീവിതത്തിലില്ലാതെ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സഹാബാ കിറാം, ഇവരൊക്കെ അവര് ഖബർ കുഴിക്കുകയും ആ ഖബറിൽ പലരെയും മറമാടുകയും ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ആ ഖബറുകൾ അവരെത്രയാണ് ഉയർത്തിയത്? ഖദറ ശിബിരിൻ, 1 ചാൺ ഉയരത്തിലാണ് ഉയർത്തിയത്. അതാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. ആ ഖബർ വെട്ടുമ്പോ, കുഴിക്കുമ്പോൾ പുറത്തെടുത്ത മണ്ണിലധികം പുറത്തു നിന്ന് മണ്ണ് കൊണ്ടുവന്നിടരുത്. കാരണം ഖബർ അങ്ങ് വല്ലാതെ ഉയർന്നു പോകും. അപ്പൊ വല്ലാതെ ഉയർന്നു പോകാനേ പാടില്ലാത്തതുള്ളൂ. എത്രയാണ് ആ ഉയരത്തിന്റെ പരിധി എന്ന് ചോദിച്ചേക്കാം. അതാണ് ഹദീസിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ കാണാൻ അവസരം കിട്ടിയ സഹാബാ കിറാമും അതുപോലെ തന്നെ താബിഈങ്ങളുമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ആ ഖബർ പോയി കണ്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും കണ്ടു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും കണ്ടു. കാരണം ആ 3 ഖബറുകളാണല്ലോ ആയിഷ ബീവിയുടെ റൂമിൽ മറമാടിയിട്ടുള്ള ഖബറുകള്. ആ ഖബറുകളുടെ ഉയരം എത്രയാണ്? 1 ചാണിലപ്പുറം ഞങ്ങൾ ആ ഖബർ കണ്ടിട്ടില്ല. 1 ചാണാണ് ഖബറിന്റെ ഉയരം. അതിലപ്പുറം ഖബർ കെട്ടിപ്പടുക്കുന്ന സംസ്കാരം ആരുടേതാണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെതാണോ? എങ്കിൽ നബി അത് ചെയ്യണ്ടേ? അൽ ജമാഅത്താകുന്ന സ്വഹാബത്ത് ചെയ്യണ്ടേ? അസുന്നത്ത് എന്ന് നമ്മൾ പറയുന്ന റസൂലുള്ളാഹിയുടെ ചര്യയിൽ കാണണ്ടേ? അൽ ജമാഅത്ത് എന്ന് പറയുന്ന സഹാബാക്കളുടെ ചര്യയിൽ കാണണ്ടേ? അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഖബർ 1 ചാണിലപ്പുറം ഉയർത്താൻ പാടില്ലെന്നിരിക്കെ നമ്മുടെ സമുദായം എന്തു ചെയ്യുന്നു? ഖബർ 1 ചാണ് പോയിട്ട് അതിലപ്പുറവും കല്ല് വെച്ച് പടുത്തുയർത്തുന്നു, സിമന്റ് ഇടുന്നു, കുമ്മായം പൂശുന്നു, പല കളറുകളിൽ പെയിന്റ് അടിക്കുന്നു, അതിന്മേൽ പട്ട് മൂടുന്നു, വസ്ത്രം മൂടുന്നു, അവിടെ വിളക്ക് കൊളുത്തുന്നു, അവിടെ ആ ഖബറിനെ തൊട്ട് വന്ദിക്കുന്നു, ആ ഖബറിന്മേൽ സുജൂദ് ചെയ്യുന്നു, നെറ്റിത്തടം വെക്കുന്നു, ഉമ്മ വെക്കുന്നു, ആ ഖബറിടത്തിന്റെ മുമ്പിൽ പോയി സങ്കടം പറയുന്നു. പല സ്ഥലത്തും പല ഖബറുകളുടെയും ചുറ്റും അവർ തവാഫ് ചെയ്യുന്നു, വലം വെക്കുന്നു. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നോ. സുന്നത്ത് ജമാഅത്ത്
എന്ന് പറഞ്ഞാൽ അത് വെറുതെ പറയാനുള്ളതല്ല. മഹാനായ നബി തങ്ങളുടെ പാതയാണ്, സഹാബത്തിന്റെ പാതയാണ്. ആ പാതയിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും പറയാനാകുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഖബർ കുമ്മായമിട്ടിട്ടുണ്ട്, ഇന്ന ഖബറിന് പെയിന്റ് അടിച്ചിട്ടുണ്ട്, ഇന്ന ഖബർ അവിടുന്ന് തുണി കൊണ്ട് മൂടിയിട്ടുണ്ട്, ഇന്ന ഖബറിൽ മുത്ത് മുസ്തഫ വിളക്ക് കൊളുത്തിയിട്ടുണ്ട്, പോകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലെങ്കിൽ പോകട്ടെ. മുത്ത് മുസ്തഫയുടെ അനുയായി